നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപം മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസിന്റെ മകൻ ഷിൻസനാണ് മരിച്ചത്. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രേഖാമൂലം നൽകണം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ മാള പുതുക്കാട് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപം മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസ് മകൻ ഷിൻസനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷിൻസനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ ഷിൻസൻ ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ദേശീയപാതയിൽ പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് പാരിശ്ശേരി മനിക്കശ്ശേരി ചെപ്പപ്പറമ്പിൽ വിഷ്ണുദാസനാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പിറകിലിടിച്ചാണ് അപകടം. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ നിന്നും കുടുങ്ങിയ വിഷ്ണുദാസനെ പുറത്തെടുത്തത്. തുടർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30 അപകടം. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ ഭാഗത്ത് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കൊടകര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പ്രതിഷേധ യോഗം കൂടിയാലും വാർത്താക്കുറിപ്പ് ഇറക്കിയാലും സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതിയായി പരിഗണിക്കില്ല. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവ രേഖാമൂലം നൽകണം. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ രജിസ്റ്റേർഡ് തപാലായും ഇവ സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിലാസം: സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4ാം നില, വികാസ് ഭവൻ, PO, തിരുവനന്തപുരം 695033. ഫോൺ നമ്പർ 0471233503. രേഖകൾ ഉണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. ഡിസംബർ 3 വരെയാണ് ഇതിനുള്ള സമയം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ മാള പുതുക്കാട് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ക്ലസ്റ്റർ ഈ സംഘടന ആരംഭിച്ച കാലം മുതൽ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മളുടെ മീറ്റിങ്ങുകളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് ക്ലസ്റ്ററുകൾ. അത് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ, അതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അനിവാര്യത ഇതൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഫിനാൻസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST ഘട്ടത്തിലൊക്കെ നമ്മൾ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധരായിട്ട് ആളുകളെ വെച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും എത്ര പേര് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ പുതിയ ആശയങ്ങൾ എന്നുള്ളത് അത് കേട്ടുപോകാനുള്ളതല്ല, നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ളതാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, K സുഭാഷ് ബാബു, PP ഷബീർ അലി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ നവംബർ 30 ഹരിതസഭ നടത്തണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകളിലെയും വീടുകളിലെയും സമൂഹത്തിലെയും
മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്ക് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രദേശത്തും സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ കുറവുകളും അത് രേഖപ്പെടുത്തി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഹരിതസഭ നടത്തുന്നത്. ഈ ഹരിതസഭയിൽ അവതരിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഈ ഹരിതസഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. കെ എ ഇക്ബാൽ, സി കെ സിജു, ലളിത ദിവാകരൻ, ജോബി ശിവൻ, സൈന തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഹരിതസഭ നടത്തുന്നത്. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാരം ടി.എൻ. പ്രതാപന്. സാംസ്കാരിക മണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സാഹിത്യ മണ്ഡലത്തിലും നിസ്തുലമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക മേഖലയിൽ നിരവധിയായ സംഭാവനകളാണ് ടി.എൻ. പ്രതാപന്റെ പ്രവർത്തനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ 5 പുസ്തകങ്ങളുടെ രചയിതാവും സാമൂഹിക ജീവകാരുണ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ഇക്കാലമത്രയും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലയിരുത്തിയിട്ടാണ് പ്രഥമ മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ട്രസ്റ്റിന്റെ ഈ പുരസ്കാരം ടി.എൻ. പ്രതാപന് നൽകാൻ തീരുമാനിച്ചത്. 2024 ഡിസംബർ മാസത്തിൽ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ വച്ച് പുരസ്കാരം സമർപ്പിക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനായി അർഹതാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസാഖ് പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, MS സുജിത്, ഡോക്ടർ റിസ്മിൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി, കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ് എന്നിവർ സംസാരിച്ചു. 30ഓളം ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപം മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസിന്റെ മകൻ ഷിൻസനാണ് മരിച്ചത്. വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രം. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രേഖാമൂലം നൽകണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ, മാള, പുതുക്കാട് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.